കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന് സ്ഥലം മാറ്റം. കോട്ടയത്തെ ജനങ്ങൾ സ്നേഹമുള്ളവരും നിയമബോധമുള്ളവരുമെന്നും കാർത്തിക്. പ്രവർത്തന കാലയളവിൽ രാഷ്ട്രീയ നേതാക്കളുടെ സമ്മർദ്ദമുണ്ടായിട്ടില്ലെന്നും ജനങ്ങൾ സമാധാനപ്രിയരെന്നും പ്രതികരണം. സ്വാതന്ത്ര്യസമര സേനാനിയും CPIയുടെ ആദ്യ സംസ്ഥാന സെക്രട്ടറിയുമായ പി കൃഷ്ണപിള്ളയുടെ ചരമവാർഷിക ദിനം ആചരിച്ചു. ചടങ്ങ് സംഘടിപ്പിച്ചത് കോട്ടയം വൈക്കം കാരയിലുള്ള പറൂപ്പറമ്പിൽ. പരിപാടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. പി കൃഷ്ണപിള്ളയ്ക്ക് ജന്മനാട്ടിൽ ഉചിതമായ സ്മാരകം നിർമ്മിക്കുമെന്ന ബിനോയ് വിശ്വം. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. തൃശൂർ മണ്ണൂത്തി കാർഷിക ഭവനിൽ സംസ്ഥാന ഹോർട്ടി മിഷന്റെ കൂൺഗ്രാമം പദ്ധതി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി നടപ്പിലാക്കുന്നത് ഒല്ലൂക്കര കാർഷിക ബ്ലോക്കിന് കീഴിൽ. കർഷകർക്ക് അധിക വരുമാനം ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ കൈവരുമെന്ന് മന്ത്രി. ചടങ്ങിൽ നിരവധി പേർക്ക് കൂൺ കൃഷി ആരംഭിക്കുന്നതിനുള്ള കിറ്റുകൾ കൈമാറി. തൃശൂർ കട്ടിലപ്പൂവം കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ കർഷകരെ ആദരിച്ചു. മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. തൃശൂർ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രഭാത ഭക്ഷണ പരിപാടിക്ക് പട്ടിക്കാട് GLP സ്കൂളിൽ തുടക്കമായി. പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ നിർവഹിച്ചു. ഓണക്കൊടി വാങ്ങാനുള്ള പണം ഉരുൾപൊട്ടൽ മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച് സഹോദരങ്ങളായ വിദ്യാർത്ഥികൾ. മാതൃകയായത് ആലപ്പുഴ മാന്നാർ സ്വദേശികളായ കാർത്തിക് രത്ന, കീർത്തന രത്ന എന്നിവർ. പണം കൈമാറിയത് ദുരിതാശ്വാസത്തിനായി ധനശേഖരണം നടത്തുന്ന സ്കൂൾ ഫണ്ടിലേക്ക്. തൃശൂർ സിറ്റിയിൽ ഒരേ ദിവസം 2 മോഷണം നടത്തിയ കേസുകളിലെ പ്രതി പിടിയിൽ. ഒല്ലൂർ മണ്ണുത്തി സ്റ്റേഷൻ പരിധികളിൽ ബൈക്കിലെത്തി സ്ത്രീകളുടെ മാല പൊട്ടിച്ച കേസിലെ പ്രതിയായ റഷബാണ് പിടിയിലായത്. പ്രതിയെ പിടികൂടിയത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക അന്വേഷണ സംഘവും ഒല്ലൂർ പോലീസും ചേർന്ന്. രാഷ്ട്രീയ പാർട്ടികൾ കലാപസമരങ്ങൾ നടത്തുന്നുവെന്ന് അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ. വൈക്കം സത്യഗ്രഹ ശതാബ്ദിയോടനുബന്ധിച്ച് പാലക്കാട് നടത്തിയ ശതാബ്ദി സമ്മേളനത്തിൽ വൈക്കം സത്യഗ്രഹവും മഹാത്മാഗാന്ധിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ പ്രഭാഷണത്തിനിടെയാണ് പ്രസ്താവന. അഴിമതിയും ദുരവസ്ഥയും ഉണ്ടാകാതിരിക്കാൻ വൈക്കം സത്യഗ്രഹം പോലെയുള്ള ചെറുത്തുനിൽപ്പുകൾ രാജ്യത്ത് ആവശ്യമാണെന്നും പ്രശാന്ത് ഭൂഷൺ. തൃശൂർ നെട്ടിശ്ശേരിയിൽ അങ്കണവാടിയിൽ നിന്നും പാമ്പിനെ പിടികൂടി. പാമ്പിനെ പിടികൂടിയത് മേയർ MK വർഗീസിന്റെ ഡിവിഷനിലെ അങ്കണവാടിയിൽ നിന്ന്. അങ്കണവാടി പരിസരം വൃത്തിരഹിതമെന്ന് പരാതിയുമായി ജനകീയ സമിതി. തൃശൂരിൽ കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്കായി യോഗത്തിൽ പ്രാർത്ഥനാ ദീപം തെളിയിച്ചു. യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി AD സാബൂസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അരിമ്പൂർ ഹൈസ്കൂൾ 1994 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു. രാജീവ് വാത്തുക്കാട്ട് സംഗമം ഉദ്ഘാടനം ചെയ്തു. മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി ചടങ്ങിൽ അനുശോചനം രേഖപ്പെടുത്തി. കോട്ടയം മണർകാട് വിശുദ്ധ മാർത്ത മറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് 8 നോമ്പ് പെരുന്നാളിന്റെ പ്രോഗ്രാം നോട്ടീസ് പ്രകാശനം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ K കുര്യാക്കോസ് കോർ എപ്പിസ്കോപ്പ കിഴക്കേടത്ത് പ്രകാശന കർമ്മം നിർവഹിച്ചു.